എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഈ അപമാനം സഹിച്ച് ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കത്തില്ല. നോക്കിക്കോ, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ശിവേട്ടനോട് പറഞ്ഞിട്ട് ഈ വീട് വിട്ട് ഇറങ്ങും എന്ന് തന്നെ പറഞ്ഞിട്ട് പോകുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ആകെ വിഷമാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മകളുടെ ജീവിതമാണല്ലോ നശിച്ചു പോകുന്നത് എന്നോർത്തിട്ടാണ്. അത് കഴിഞ്ഞ് വൈജയന്തി നേരെ വരുന്നത് അടുക്കളയിലേക്കാണ്. അപ്പം അലീന അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുവാണേ. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ജയിച്ചു എന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ജയിക്കാൻ വേണ്ടി ഞാൻ ആരോടും മത്സരിക്കുന്നില്ലായിരുന്നു. ജയവും മത്സരവും യുദ്ധവും ഒക്കെ നടക്കുന്നത് മേഡത്തിൻ്റെ മനസ്സിലാണ്, അത് ഞാൻ അറിയുന്നു പോലുമില്ല എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഇവിടുന്ന് തോപ്പിച്ച് പറഞ്ഞയച്ചതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ പോയതാണല്ലോ, എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് സാറല്ലേ, സാർ പറയാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ സാറിൻ്റെ കൈയും കാലും കൊണ്ടാണോ നീ നടക്കുന്നത്? അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് പോകാൻ? വേണമെങ്കിൽ അങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, നിന്നെ ദത്തുപുത്രിയായിട്ട് അങ്ങ് ഏറ്റെടുത്തല്ലോ ബാലേന്ദ്രൻ, അത് നീ ചോദിച്ച് മേടിച്ചതായിരിക്കൂലേ, നിനക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കാണൂലേ അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഞാൻ ഒരേ ഒരു ആഗ്രഹമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് മാഡം എന്നെങ്കിലും എന്നെ മകളായിട്ട് കാണണം, എന്നെ മോളെ എന്നൊന്ന് വിളിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, നീ എൻ്റെ മകളാകാൻ ഒരു 10 ജന്മം ജനിച്ചാലും നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെ ആകണമെങ്കിൽ നിൻ്റെ ഞരമ്പിലൂടെ എൻ്റെ ബ്ലഡ് ഉണ്ടാകണം, എൻ്റെ ഈ വയറ്റിലുണ്ടാകണം. എൻ്റെ ആ 3 മക്കളും ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഈ വയറ്റിൽ നിന്നാണ്. അവരുടെ ഒപ്പം നിർത്താനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അതൊന്നും ഈ ജന്മം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അത് കേൾക്കുന്ന അലീനയ്ക്ക് ആകെ വിഷമമൊക്കെ ആകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും, ബാലേന്ദ്രൻ നിന്നെ മകളായിട്ട് കണ്ടു, ദത്തൂത്രിയാക്കി എന്നൊക്കെ പറയും, പക്ഷേ ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് പോകുന്ന വൈജയന്തി ഒന്നുകൂടെ തിരിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ, നീ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേരെ, ഞാനും നീയും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ വാഴില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, അത് ഏത് വേണം എന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതിങ്ങനെ ആകെ വിഷമത്തോടെ കേട്ട് നിൽക്കുവാണ് അലീന. അതിനുശേഷം അലീന ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. അലീനെ കാണുമ്പോൾ വലിയൊരു ഇഷ്ടമൊന്നും കാണിക്കുന്നില്ല, ഒരു ഇത്തിരി പരിഭവത്തോടു കൂടിയാണ് മുത്തശ്ശി ഇരിക്കുന്നത്. അന്നേരം ചായ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി റിലാക്സ് ചെയ്യുവാണോ? ഇനി എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ, എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ അതിനൊക്കെ ആരെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം പയ്യെ എഴുന്നേറ്റ് നടക്കാമായിരുന്നു, ബെൽറ്റൊക്കെ മാറി ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നത്? നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തി എൻ്റെ മകളല്ലേ, അവളുടെ മനസ്സ് വേദനിക്കുമ്പം എനിക്കും വേദനിക്കേലേ, അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കും. എന്നിട്ട് ഇത്തിരി പരിഭവത്തോടു കൂടിയായിട്ട് സംസാരം മൊത്തം ചോദിക്കുവാണ്, നിന്നെ ബാലേന്ദ്രൻ ദത്തുപുത്രിയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചല്ലോ, അത് നീ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ആ ഒരു പദവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ഒരുപാട് വിലയുള്ളൊരു സ്ഥാനമാണ് അത് എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ ഇരുത്തുന്നത് വൈജയന്തിക്ക് ഇഷ്ടമല്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇഷ്ടപ്പെടണ്ട, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് വെറുതെ തോന്നുന്നതാണ്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇല്ലാതാകുകയേ ഉള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കില്ല എന്നാണ് വൈജയന്തി പറയുന്നത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതിപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കും, ആ പഴഞ്ചൊല്ല് എന്തിനാണ് നീ ഇവിടെ പറഞ്ഞത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, പിന്നല്ലാണ്ട് ഈ വീടിൻ്റെ അധികാരി, ഈ വീട്ടിൽ രാജ്ഞിയെ പോലെ കഴിയേണ്ട ഒരാൾ ഒരു വേലക്കാരിയെ പറഞ്ഞു വിടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഈ വീട് വിട്ടിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവുകേടായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, കാപ്പി ചൂടാറാതെ കുടിക്കുക, അതിനുശേഷം ഈ മുഷിഞ്ഞ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ മാറി ഒന്ന് കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം, ഞാൻ റെഡിയാണ്, മുത്തശ്ശി റെഡിയല്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോവുകയാണ്. മുത്തശ്ശിക്ക് അപ്പോഴും വിഷമമാട്ടോ. അതായത് അലീന പോയ പിന്നെ മുത്തശ്ശി നേരാവണം നോക്കാൻ ഒരാളില്ല. മുത്തശ്ശിയുടെ ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെ മുഷിഞ്ഞ് അവിടെ കിടപ്പുണ്ട് ഒരാഴ്ച കൊണ്ട്. ആ മുത്തശ്ശിയാണ് പറഞ്ഞത് ഔദാര്യമൊന്നും അല്ലായിരുന്നു, പൈസ കൊടുത്തിട്ട് ചെയ്തു തന്നത് എന്ന്. പിന്നീട് വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി കമലയെ വിളിക്കുക, TV കണ്ടുകൊണ്ടിരിക്കുക
തിരക്കിലായിരുന്നു കമല. ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് പരദൂഷണത്തിന് റെഡിയാകുന്നു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചത് ബാലേന്ദ്രൻ തിരിച്ചു വന്നു എന്ന് പറയാനാണ് എന്ന്. അന്നേരം തന്നെ കമല ചോദിക്കുന്നുണ്ട്, ആ അലീനയും കൂടെ ഉണ്ടോ എന്ന്. അന്നേരം വൈജയന്തി പറയും, പിന്നെ അവൾ കൂടിയില്ലാതെ അവൾ ബാലേന്ദ്രൻ്റെ കൂടെ കയറി വരുന്നത് കണ്ടപ്പം എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വിറഞ്ഞു കയറി എന്നൊക്കെ പറയുവാണ്. അന്നേരം കമല പറയുന്നുണ്ട്, ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് വൈജയെന്ന്. അന്നേരം വൈജയന്തി പറയും, ഞാൻ എന്ത് ചെയ്യാനാ, ഇവിടെ കയറി വന്നിട്ട് വേറൊരു പ്രഖ്യാപനം കൂടി നടത്തി, ഇനി തൊട്ട് അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പോൾ, മകളോ, ബാലേന്ദ്രൻ എന്താ മകളില്ലാഞ്ഞിട്ടാണോ അങ്ങനെ ദത്തെടുക്കുന്നത്? ഇതൊക്കെ വെറും അഭ്യാസമാണ്, മറയാണ്, നീ ഇത് അനുവദിച്ചു കൊടുക്കരുത്. ഇതെല്ലാം അവിടെ നിന്ന് വിളമ്പിയപ്പം നിങ്ങളെല്ലാവരും മിണ്ടാതെ നിന്നോ, നിൻ്റെ മക്കളൊന്നും പ്രതികരിച്ചില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എങ്ങനെ പ്രതികരിക്കാനാ, ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അലീനയ്ക്ക് ഇനി തൊട്ട് എൻ്റെ 3 മക്കൾക്ക് ഈ വീട്ടിലുള്ള അവകാശങ്ങളെല്ലാം അവൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പ്രതികരിക്കാൻ ആര് പ്രതികരിക്കാനാ? രോഹിത് ഒരു തെമ്മാടിത്തരം കാണിച്ചു വെച്ചതുകൊണ്ട് അവന് ഒരു കാര്യം മുഖത്ത് നോക്കി സംസാരിക്കാൻ മേലാത്ത അവസ്ഥയെത്തി. ബബിതയ്ക്കാണെങ്കിൽ ബാലേന്ദ്രനെ പേടിയാണ്. പിന്നെ കൃഷ്ണമോളുടെ കാര്യം പറയുകയും വേണ്ട, അവൾ പണ്ടേ അച്ഛൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാണ് എന്ന് പറയും. അന്നേരം കമല പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് നീ അനുവദിച്ചു കൊടുക്കരുത്, നീ കട്ടയ്ക്ക് നിന്നോണം. ഏതായാലും ഞാൻ ശിവേട്ടനെ വിളിക്കാം, നീ രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറ, നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അങ്ങനെ ബാലേന്ദ്രനെ ജയിക്കാൻ വിടരുത് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എരിയേറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം, ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിനിടയ്ക്ക് വൈജയന്തിക്ക് ഒരു കോൾ വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുവാണ്. വെച്ച് കഴിയുമ്പം കമലയ്ക്ക് ഭയങ്കര സന്തോഷമാട്ടോ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം. വൈജയന്തി ഓർത്തേക്കുന്നത് വൈജയന്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനുവും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് എറണാകുളത്തേക്ക് പോയ ആളാണ്. ഏതായാലും തിരിച്ചു വന്ന് കയറുമ്പം ഡോറ് തുറന്നു കൊടുക്കുന്നത് രഞ്ജുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ, ബാലേന്ദ്രൻ അങ്കിൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ, അത് സംഭവിച്ചോ എന്ന് ചോദിക്കും. അന്നേരം സംഭവിച്ചെന്ന് മാത്രമല്ല, അലീനയും കൂടെയുണ്ട്, എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അവിടെ അത്രയും വലിയ കാര്യങ്ങൾ നടന്നോ, എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് മനു പോയിരിക്കുന്നു. രഞ്ജു പോയിരുന്നിട്ട് അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറയുവാണ്. ബാലേന്ദ്രൻ അങ്കിൾ വന്ന് കയറി വലിയൊരു പ്രഖ്യാപനം നടത്തി, അലീനയെ സ്വന്തം മകളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ, പോടി എന്ന് പറയും കേട്ടോ. മനുവിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം രഞ്ജു പറയുന്നുണ്ട്, സത്യമായിട്ടും അങ്ങനെ നടന്നു, അതുകൂടാതെ ഒരു കാര്യവും കൂടെ നടന്നു, അത് അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോ, അവർക്ക് താമസിക്കാനായിട്ട് വീടോ ഡോർമെട്രിയോ അല്ലെങ്കിൽ ഹോസ്റ്റോ എന്ത് വേണമെങ്കിലും റെഡിയാക്കി കൊടുക്കാമെന്നും അങ്കിള് പറഞ്ഞു എന്ന് പറയും. അന്നേരം മനു ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുവാണേ, ഇതൊക്കെ നടന്നപ്പം ആൻറ്റി ഒന്നും മിണ്ടിയില്ലേന്ന്. അന്നേരം അവിടെ മിണ്ടാൻ പറ്റുമോ, അടിച്ചമർത്തി വെച്ചേക്കുമല്ലേ. പക്ഷേ അതൊന്നും അല്ല, അണിയറയിൽ ഇനിയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാമെന്ന് പറയും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, ആൻറ്റി ഇങ്ങോട്ട് അമ്മയോട് വിളിച്ച് പറഞ്ഞതാണ്, അമ്മ അത്യാവശ്യം ഡോസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. ഏതായാലും അതിനിടയ്ക്ക് രഞ്ജി ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം സംഭവിച്ചതുകൊണ്ട് മനുവേട്ടന് സന്തോഷമായല്ലേ എന്ന്. അന്നേരം എനിക്കെന്തിനാണ് അത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം അലീന തിരിച്ചു വന്നതിൽ ഏട്ടന് സന്തോഷമുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അവളൊരു പാവമാടി, അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത് എന്ന് പറയുമ്പം രഞ്ജു ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് പാവമാണോ? ഒരു വേലക്കാരിക്ക് ഒരു വീട്ടിലുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ പാവമായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, അവളെ വേലക്കാരിയായിട്ട് നമ്മളല്ലേ കണ്ടേക്കുന്നത്, ശരിക്കും അവളൊരു ധാൻസി റാണിയാണ് എന്നാണ് മനു പറയുന്നത്. ഏതായാലും മനുവിന് ഈ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ രഞ്ജു പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടം കൊണ്ടൊന്നും തീരൂല, അണിയറയിൽ പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്ന്. ഏതായാലും നടക്കുന്ന രീതിയിൽ നടക്കട്ടെ എന്നുള്ള ഭാവത്തിൽ കുറച്ചു നേരം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഇരിക്കുവാണ് മനു. അന്നേരം രഞ്ജു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക്, ഇനിയിപ്പം ശരിക്കും അലീന അങ്കിളിൻ്റെ മകളാണെങ്കിലോ, അതുകൊണ്ടാണോ അങ്കിൾ ഇത്രയും ബലം പിടിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അന്നേരം മനുവും ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന് മനു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ബ്ലാക്ക് കോഫി ഇട്ട് തരാമോ എന്ന്. അന്നേരം പറയുന്നുണ്ട്, കോഫിയൊക്കെ ഇട്ട് തരാം, എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് തരണമെന്ന്. ഏതായാലും അതൊക്കെ പറഞ്ഞ് രഞ്ജു കാപ്പിടാൻ പോകുന്നു. മനു റൂമിലേക്കും പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീന രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കുവാണ്. അന്നേരം പത്രം വരും. പത്രമൊക്കെ നോക്കി കൊണ്ട് അത് വരാന്തയെ വെച്ചിട്ട് പിന്നെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണമോള് വരും. എന്നിട്ട് ഇവിടുത്തെ ദത്തുപുത്രി പണിയെല്ലാം ഏറ്റെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് എന്ന് പറയും. അന്നേരം ആ ചൂല് പിടിച്ച് മേടിക്കുവാട്ടോ കൃഷ്ണമോള്. വേണ്ട, നീ പോയി ഇരുന്ന് പഠിച്ചോ എന്നൊക്കെ പറയുമ്പം, അതൊന്നും സാരമില്ല, ഞാൻ മിറ്റം അടിച്ചോളാം,
ചേച്ചി പോയി ചായ ഇട് എന്ന് പറയും. അന്നേരം അലീന കൃഷ്ണമോളുടെ ഈ ഭാവമൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതെ നീ എന്നെ ശരിക്കും അങ്ങ് അംഗീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ദത്തുപുത്രിയായിട്ടൊന്നുമില്ല അതുക്കും മേളയാണ് ഞാൻ അംഗീകരിച്ചത് എന്ന് പറയുമ്പോൾ, അതെങ്ങനെയാണ് എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറയുമ്പം, ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അലീന നേരെ അടുക്കളയിലേക്ക് വരുന്നു, ചായയൊക്കെ ഉണ്ടാക്കി ചായയും പത്രമൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ്. ഏതായാലും ചായയൊക്കെ കൊടുക്കും. ബാലേന്ദ്രൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഏകദേശം 85 ഡിഗ്രി ചൂടുണ്ട്, അത് മതിയോ എന്ന്. പണ്ട് ചൂടില്ല എന്ന് പറഞ്ഞ് ബബിതയായിട്ട് വട്ടം കറക്കിയതാണല്ലോ അലീനയുടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ. ആ ഒരു കാര്യം വെച്ചാണ് അലീന അത് ചോദിച്ചത് എന്നറിയാവുന്നതുകൊണ്ട് ചെവിക്കൊരു കിഴുക്കും കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, താഴത്തെ കാര്യങ്ങൾ എങ്ങനെയായി, എല്ലാവരും മിണ്ടുന്നുണ്ടോ എന്ന്. അന്നേരം അലീന പറയും, എല്ലാവരും മിണ്ടുന്നൊന്നുമില്ല, കൃഷ്ണമോൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ എന്നെ ചേച്ചിയായിട്ട് തന്നെ അംഗീകരിച്ചു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് എൻ്റെ ജീനാണ്, ഇതൊക്കെ ജീൻ കുറവാണ് എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രോഹിത്തും ബബിതയൊക്കെ എങ്ങനെയാണ് എന്ന്. അവർക്ക് പണ്ടേ ദേഷ്യമാണല്ലോ, അവർ മിണ്ടുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി കാലുവെന്ത പട്ടിയെപ്പോലെ നടക്കുവാണ് എന്ന് എനിക്കറിയാം, അവൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് ദത്തുപുത്രി സ്ഥാനം, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഫീലിങ്സ് ഒന്നും തോന്നിയില്ല എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയാം, നശിപ്പിച്ചു എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലോട്ട് വന്നു കയറിയ കാലം തൊട്ട് സാറിനെ ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ കൂടപ്പിറപ്പുകളിലെ അച്ഛൻ എൻ്റെ അച്ഛനല്ലേ, ആ അച്ഛൻ്റെ ശബ്ദവും നടത്തവും പെരുമാറ്റവും കണ്ണും അങ്ങനെ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രന് അങ്ങ് ആകെ വിഷമവും സങ്കടമൊക്കെ വരുവാണ്. അങ്ങനെ എഴുന്നേറ്റിങ്ങനെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പം അലീന പറയുന്നുണ്ട്, ഈ അച്ഛൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ ജനിച്ചില്ലല്ലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു വന്നു കയറിയ സമയത്ത് എന്ന് പറയും. അന്നേരം ആ സങ്കടം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇപ്പോഴില്ല, ഇപ്പം ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് അറിയാമെന്ന് പറയുമ്പം, ആ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് അറിയത്തില്ല എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അത് കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അലീന. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, അവിടെയുള്ള എല്ലാവരെയും ഓരോരുത്തർ ദത്തെടുത്തുകൊണ്ട് പോയല്ലോ, അന്നേരം എന്തുകൊണ്ടാണ് അലീനെ ആരും ദത്തെടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ബ്രിജിത്തമ്മ കൊടുത്തില്ല ആർക്കും, അതെന്താ കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പം, ഈ അച്ഛനെ തരാൻ വേണ്ടി ആയിരുന്നിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയുടെ കൈ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അലീന ആ ഉമ്മ കൊണ്ട് നേരെ നെറ്റിയിലേക്കും വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി ആങ്ങളമാർ പറഞ്ഞത് കൊണ്ട് ഉള്ള തീരുമാനമായിരിക്കാം, വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. മുത്തശ്ശിയെ കൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് കൃഷ്ണമോളോട് ഒന്ന് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ഈ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ബാലേന്ദ്രനാണല്ലോ അവളെ ദത്തുപുത്രിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചത്, അത് ബാലേന്ദ്രനെ കൊണ്ട് തന്നെ ഞാൻ പിൻവലിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും സാധിക്കില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയെ വെല്ലുവിളിക്കാൻ വരുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് എൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് തന്നെ മേഡം എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛത്തോടെ ഞാനോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജയന്തി. അന്നേരം അലീന പറയുന്നുണ്ട്, മേഡം എൻ്റെ അമ്മയാണ്, അതാണ് സത്യമെന്ന്. അത് കേട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.